മണ്ണാർക്കാട്ടെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും 45ഓളം സ്ത്രീകളുടെ പേരിൽ ലോണെടുത്ത് സ്ത്രീകളെ കബളിപ്പിച്ച് പണവുമായി കടന്നുകളഞ്ഞ സ്ത്രീക്കെതിരെ പരാതി. മുണ്ടക്കണ്ണി സ്വദേശി കുന്നുമ്മൽ വിജയലക്ഷ്മിക്കെതിരെയാണ് മണ്ണാർക്കാട് പോലീസിൽ മുണ്ടക്കണ്ണി സ്വദേശികൾ പരാതി നൽകിയത്. മണ്ണാർക്കാട് സഹകരണ അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി, ഇസാഫ് ബാങ്ക്, പാലക്കാട് ജില്ലാ സ്വയം സഹായ സഹകരണ സംഘം, റൂറൽ സർവീസ് സഹകരണ ബാങ്ക്, വനിതാ സ്വയം സഹായ സഹകരണ ബാങ്ക്, വികാസ് തുടങ്ങി നിരവധിയായ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും മുണ്ടക്കണ്ണിയിലെ സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിച്ച് ലോണെടുത്ത് പണവുമായി കടന്നുകളഞ്ഞതായും ഇവർ മുണ്ടക്കണ്ണിയിലെ വീട് വിറ്റ് വിദേശത്തേക്ക് കടന്നുകളഞ്ഞതായി സംശയമുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. 10 ലക്ഷം എടുത്തിട്ട് 2022 എടുത്തിട്ടുള്ളത്. ഈ 4 മാസം കൂടെ കഴിഞ്ഞാൽ അടവ് തീരേണ്ടതാണ്. 10 ലക്ഷം അടവ് ചെല്ലേണ്ടതാണ്. പക്ഷേ അവിടേക്ക് ചെന്നിട്ടുള്ള 2,88,000 ചെന്നിട്ടുള്ളൂ. 7 ലക്ഷം സംതിങ് ഇനി ചെല്ലാനാണ്. അത്രയും പൈസ അവർ മുക്കിയതാണ്. ഒരു മാസം 35,000 രൂപ വെച്ച് ചെല്ലേണ്ടതാണ്. അതിന് ഓരോ മാസം 5,000, 4,000 ചെന്നിട്ടുള്ളൂ. ഞങ്ങളെല്ലാവരും കൃത്യമായിട്ട് കൊടുക്കുന്ന സംഖ്യയാണ് അത് അടക്കാനായിട്ട് കൃത്യമായി ഏൽപ്പിച്ചിരുന്നതാണ്. അത് എത്തിച്ചിട്ടില്ല ബാങ്കിൽ. അപ്പൊ ഈ സെക്രട്ടറി ആരായിരുന്നു? അവര് പ്രസിഡന്റ് സെക്രട്ടറിയാണ്. ഞാനൊരു പ്രസിഡന്റ്. പക്ഷെ അവള് ആരും പൈസ വേറെ ആരും വാങ്ങാനായിട്ടില്ല. അവരെന്നെ ഫുള്ളായിട്ട് അവൾ ബാങ്കിലത്തെ ആളാന്ന് പറഞ്ഞിട്ടാണ് അവള് എല്ലാ ബാങ്കിൽ കൂടി അവൾ പോകുന്നതാണ്. അപ്പോൾ ഞാനെന്നെ അടയ്ക്കാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് കുടുംബ ലോൺ എടുക്കുന്നത്. അതേപോലെ HDFC ലോൺ എടുത്തായിരുന്നു. അത് ക്ലോസ് ചെയ്ത് അവൾ പോകുന്നതിൻ്റെ മുന്നേ ഇതൊക്കെ ഞങ്ങൾ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന പൈസയാണ് അവൾ. അപ്പോൾ അവളത് എത്തിച്ചിട്ടില്ല. കുടുംബശ്രീയുടെ ഞങ്ങൾ 10 ആൾ വെച്ചിട്ട് ഒന്നാളുടെ മരുമകളും ഒന്നവളും 8 പേരുണ്ട്. പരാതി കൊടുത്തിട്ടുണ്ട്. മൈക്രോയാണ് ഇത് കുടുംബശ്രീയിലാണ്. പാവപ്പെട്ട സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ പേരിൽ മണ്ണാർക്കാട്ടെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ലോണെടുത്ത് 1/2 കോടിയോളം രൂപയുമായി മുങ്ങിയ സ്ത്രീയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ബാങ്കിൽ പോലും പോകാതെ ലോൺ എടുത്തു എന്ന് പറയുന്നതിൽ ബാങ്ക് ജീവനക്കാർക്കും പങ്കുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മണികണ്ഠൻ പൊറ്റശ്ശേരി പറഞ്ഞു. മറ്റിതര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഇവരുടെ പേരിൽ വായ്പകൾ സംഘടിപ്പിച്ച് അങ്ങനെ ലഭിക്കുന്ന പൈസയിൽ നിന്ന് 1 ലക്ഷം രൂപ വായ്പ സംഘടിപ്പിച്ച 4,000, 5,000 ഇവർക്ക് കൊടുക്കും. ബാക്കി അവർ അടച്ചു കൊടുക്കാമെന്നുള്ള ഓഫർ വെച്ച് ആ ഓഫർ കൊടുത്തുകൊണ്ട് ഈ പാവപ്പെട്ട സ്ത്രീകളെയൊക്കെ തന്നെ ഈ സ്ത്രീ കബളിപ്പിച്ചിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് ഇത് തുടരുകയാണ്. വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളൊക്കെയാണ്. ആ സ്ഥാപനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവരെ ഈ വായ്പ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഇസാഫ് ബാങ്ക് ഉണ്ട്, വികാസ് എന്ന് പറയുന്ന ഒരു മൈക്രോ ഫിനാൻസ് സ്ഥാപനമുണ്ട്, ഭാരത് എന്ന് പറയുന്ന മൈക്രോ ഫിനാൻസ് സ്ഥാപനമുണ്ട്. അതിന് പുറമെ മണ്ണാർക്കാട് റൂറൽ ബാങ്കിൽ നിന്ന് കുടുംബശ്രീ വായ്പ എടുത്തിട്ടുണ്ട്. കൂടാതെ പാലക്കാട് ജില്ലാ തൊഴിൽ സഹകരണ സംഘത്തിൻ്റെ മണ്ണാർക്കാട് ശാഖയിൽ നിന്ന്, അതൊരു സഹകരണ സ്ഥാപനമാണ്, അവരിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ട്. കൂടാതെ SNDPയുടെ മൈക്രോ ഫിനാൻസ് സംവിധാനമുണ്ട്. ഇതിൽ പലതും ഗ്രൂപ്പ് ലോണുകളാണ്. JLG ആണ്, ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പാണ് ഇത് പലതും. ഇതൊരു വ്യക്തി അടച്ചില്ലെങ്കിൽ, ഒരു വ്യക്തി അടച്ചാലും അവർ ആ സംഘത്തിൽ എത്ര ആളുണ്ടോ അവരെയൊക്കെ ഇത് ബാധിക്കും. വളരെ ഗൗരവമേറിയൊരു സാഹചര്യമാണ്. ഇപ്പോൾ ഈ വായ്പ എടുത്ത് മുങ്ങിയ ഈ സ്ത്രീ ഇപ്പോൾ നാട്ടിലില്ല. ഒരു ചെറിയ വീടുണ്ട്, ആ വീട് വിറ്റു എന്നാണ് പറയപ്പെടുന്നത്. ഇത്രയും ആളുകളെ കബളിപ്പിച്ച സ്ത്രീ ഇപ്പോൾ നാട്ടിലുണ്ടോ വിദേശത്താണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ ഈ തട്ടിപ്പിൽ വലിയ പങ്കുണ്ട് എന്ന് പിന്നീട് ബോധ്യമായി. കാരണം ഇവരുടെ മകൾ പണം അടയ്ക്കാം എന്ന് പറയുന്നു, മകൻ പണമടയ്ക്കാം എന്ന് പറയുന്നു. മകളും മരുമകനും മകനൊക്കെ എന്തൊക്കെയോ ഉയർന്ന സ്ഥാപനങ്ങളിലോ വിദേശ രാജ്യങ്ങളിലോ ജോലി ചെയ്യുന്നുണ്ട് എന്നതാണ് കിട്ടിയ വിവരം. മുണ്ടക്കണ്ണിയിലുള്ള ഇവരുടെ വീട് വിറ്റു എന്നും ഇപ്പോൾ പറയപ്പെടുന്നുണ്ട്. എന്താണ് വസ്തുത എന്ന് നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ്. ഈ പാവപ്പെട്ട വനിതകളൊക്കെ അവർക്ക് നാട്ടിലെ ഗ്രാമീണ മേഖല ജീവിതാനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അവരെ ഇങ്ങനെ കബളിപ്പിച്ചുകൊണ്ടാണ് ഈ സ്ത്രീ മുങ്ങി നടക്കുന്നത്. അതുകൊണ്ട് ഇവരെല്ലാവരുടെയും സംഘമായി ചേർന്ന് ഇന്ന് മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകുന്നതിന് വേണ്ടി